ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രോഹിത് എങ്ങനെയാ കുഞ്ഞേച്ചി ഇങ്ങനെ ആയത്? ഇപ്പൊ ഒരുപാട് കുറ്റങ്ങൾ ചാർത്തുന്നുണ്ടല്ലോ, ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എങ്ങനെയാ രോഹിത് ഇങ്ങനെ ആയതെന്ന്? നമ്മളാ ഇങ്ങനെ ആക്കിയത്. അച്ഛനെന്താ പറ്റിയേ? ഫോണിൽ പറഞ്ഞപ്പോ എനിക്കൊന്നും അങ്ങ് മനസ്സിലായില്ല. എന്താ വിഷ്ണുട്ടാ, പേടിക്കാനൊന്നുമില്ല. രാത്രിയില് അച്ഛനൊരു നെഞ്ചുവേദന വന്നതാ. ദൈവമേ, സത്യമ്മ എന്നെ വിളിച്ച് പറയായിരുന്നു. വിഷ്ണുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഞങ്ങൾ നിന്ന സ്ഥലത്ത് റേഞ്ച് കുറവായിരുന്നു. അല്ല, ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? എന്താ പറഞ്ഞേ? രാത്രി തന്നെ കൊണ്ടുവന്നുകൊണ്ട് നന്നായി. അച്ഛൻ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ, ഞാൻ അകത്തുള്ള രാഘവൻ നായരുടെ മകനാ വിഷ്ണു. അച്ഛനിപ്പോ സ്കാൻ ചെയ്ത് നോക്കട്ടെ. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴത്തെ ഒരു വെപ്രാളത്തില് അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. വിളിച്ചപ്പോ തന്നെ താൻ വന്നല്ലോ. എന്താ വിഷ്ണുവേട്ടാ ഇത്? ഇത് ഞാൻ ചെയ്യേണ്ടത് തന്നെയല്ലേ? വിഷ്ണുവേട്ടൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടത് ഞാൻ തന്നെയാ. ഏതാ അമ്മ എടുത്തില്ലേ? അതാ വരുന്നു. ആ അച്ചിങ്ങ തോരനും കൂടി എടുത്തു. അത് വേവാനായിട്ട് ഇത്തിരി താമസം ഉണ്ടായി, അതാ വൈകിയത്. അല്ല, സമയമായി വരുന്നല്ലേ ഉള്ളൂ. ഇത്രയ്ക്ക് ധൃതി പിടിക്കുന്ന എന്തിനാ? അതെ, അമ്മയുടെ കളക്ടർ മോളെ പോലെ എനിക്ക് സർക്കാർ വാഹനമൊന്നുമില്ല. റോഡിൽ ഇറങ്ങി നിന്ന് ഏതെങ്കിലും ഓട്ടോയ്ക്ക് കൈ കാണിച്ചാലേ ഇവരെ സമയത്തും കാലത്ത് സ്കൂളിൽ എത്തിക്കാൻ പറ്റും. ഓട്ടോ എങ്ങാനും കിട്ടാൻ വൈകിയാലേ ഇവരെ സമയത്ത് സ്കൂളിൽ എത്തിക്കാനും പറ്റില്ല. നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും കുറ്റം കണ്ടുപിടിച്ച് സംസാരിക്കല്ലേ ശ്യാമേ. അവനവന്റെ വീടല്ലേ, എല്ലാരും കൂടി ഒന്നിച്ചു നിന്നാലല്ലേ എല്ലാ കാര്യങ്ങളും സമയാസമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. ഇതിപ്പോ ശാലിനി ഇല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ അവള് കൊണ്ടുപോയിക്കോളൂല്ലോ പിള്ളേരെ. അല്ലെങ്കിലും അമ്മയ്ക്കിപ്പോ എന്നോട് പഴയ പോലെ സ്നേഹവും കാര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ആ എന്റെ ഗതികേട്, അല്ലാതെന്ത് പറയാനാ. ദേ മോളെ, നീ അതും ഇതും പറഞ്ഞു നിൽക്കാതെ പിള്ളേരെയും കൊണ്ട് പോവാൻ നോക്ക്. വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്നത് നീ ഇപ്പൊ പതിവാക്കിയിട്ടുണ്ട്. വാ മക്കളെ, വാ. ആ ദേ ശാലിനി വന്നല്ലോ. എന്നാ പിന്നെ ശ്യാമേ, ഈ വണ്ടിയിൽ കുട്ടികളെ കയറ്റി വിട്. രാമേട്ടൻ അവരെ സ്കൂളിൽ ഇറക്കും. ഇവരെ ഈ വണ്ടി കയറ്റിവിടാനാണോ? എന്താ കുഴപ്പം? എങ്കിൽ പിന്നെ എനിക്ക് ഇവരും കൊണ്ട് അവിടം വരെ പോകേണ്ടി വരില്ലല്ലോ. രാമേട്ടാ, കുട്ടികളെ ഒന്ന് സ്കൂളിലേക്കല്ലേ, ഞാൻ ആക്കിയേക്കാം. ബാഗ് എടുത്തു. ബാഗ്. ടാറ്റാ. ടാറ്റാ. ടാറ്റാ.
അയ്യോ കറി അടുപ്പത്തിരിക്കുക, ഞാൻ മറന്നു. ഞാൻ പോട്ടെ. കുഞ്ഞേച്ചി ഒന്ന് നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. എന്താടി? അതെന്താ ഞാനൊരു കാര്യം പറയണോന്ന് പറഞ്ഞപ്പോ കുഞ്ഞേച്ചിക്ക് ഒരു താല്പര്യമില്ലാത്ത? ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിങ്ങനെ എന്നോട് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ അതുമായി. എന്റെ ശ്യാമേ, ഞാൻ ആകെ ടയേർഡായിട്ടാ വന്നിരിക്കുന്നത്. ഇന്നലത്തെ ഓട്ടവും ബഹളവും കാരണം ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ഡേ ലീവ് എടുക്കാന്ന് വെച്ചത്. പറ, എന്താ നിന്റെ പ്രശ്നം? അതറിഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് കാര്യവും ചെയ്യുന്നുള്ളൂ. എനിക്ക് പറയാനുള്ളത് എന്താന്ന് കുഞ്ഞേച്ചിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ശ്ശേ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് നീ തന്നെ പറ. രോഹിത് ഒരു തരത്തിലും അടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ അകന്നു മാറി നിൽക്കുമ്പോ എന്ത് പറഞ്ഞാ നമ്മൾ അവനെ സമീപിക്കാം? സ്വബോധത്തോടെ ഒരു നേരം പോലും ഇരിക്കാത്തവനെ ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഒന്നിൽ അവന് ജീവിക്കണമെന്നുള്ള ആഗ്രഹം വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സോടെ നടക്കണമെന്നുള്ള ഒരു തോന്നലെങ്കിലും വേണം. ഇതിപ്പോ ഒന്നുമില്ലാത്തവന്റെ അടുത്ത് ഏത് രീതിയിലാ കാര്യങ്ങൾ പോയെന്ന് അവതരിപ്പിക്കുക? ഇനിയിപ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിന്നെ അവൻ നല്ല മനസ്സോടെ സ്വീകരിക്കുന്ന എന്താ ഉറപ്പ്? രോഹിത് എങ്ങനെയാ കുഞ്ഞേച്ചി ഇങ്ങനെ ആയത്? ഇപ്പൊ ഒരുപാട് കുറ്റങ്ങൾ ചാർത്തുന്നുണ്ടല്ലോ, ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എങ്ങനെയാ രോഹിത് ഇങ്ങനെ ആയതെന്ന്? നമ്മളാ ഇങ്ങനെ ആക്കിയത്. അതിൽ എനിക്കും പങ്കുണ്ട്, കുഞ്ഞേച്ചിക്കും പങ്കുണ്ട്, ദേ ഈ നിൽക്കുന്ന നമ്മുടെ അമ്മയ്ക്കും പങ്കുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ എനിക്കിങ്ങനെ ജീവിക്കേണ്ടി വന്നതിലും മറ്റാർക്കും അല്ല പങ്ക്, നിങ്ങൾക്ക് തന്നെയാ. സത്യങ്ങളെല്ലാം രഹസ്യമായിട്ട് തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാ. ഏത് രഹസ്യവും മനസ്സിലിട്ട് കൊണ്ട് നടക്കാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയും. പക്ഷെ ആണുങ്ങൾക്കത് സാധിക്കില്ല. പകരം അവര് പ്രതികരിക്കും, ശക്തമായി പ്രതികരിക്കും. അത് തന്നെയാ ഇവിടെ സംഭവിച്ചത്. ശാലിനി, അവനെ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശ്യാമ പോട്ടെ, പോയി അവനെ നന്നാക്കി എടുക്കട്ടെ. നമ്മളായിട്ട് ഇവളുടെ ജീവിതം കളഞ്ഞെന്ന് പിന്നെ പറയില്ലല്ലോ. ഓ അത് ശരി. അപ്പോ തെറ്റ് മുഴുവനും എന്റെയും രോഹിത്തിന്റെയും ഭാഗത്ത്. നിങ്ങൾ അമ്മയും മകളും ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവതികളായി. ശ്യാമേ, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്കിത് എന്ത് പറ്റി? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇനി എന്ത് പറ്റാൻ? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതമൊക്കെ ആയല്ലോ. ഇവിടെ മണ്ടിയായി പോയത് വെറുതെ ഞാനാ. എനിക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടായിപ്പോയി, അതാ എനിക്ക് പറ്റിയ അബദ്ധം. ഇനിയിപ്പോ എന്തായാലും എനിക്ക് എന്റെ വഴി നോക്കണമല്ലോ. ഇനിയും ഇങ്ങനെ കുത്തുവാക്കുകൾ കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല.